ലേഖന വിവാദം കെട്ടടങ്ങും മുമ്പ് തന്നെ ശശി തരൂരിനെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിലേക്ക് ക്ഷണിച്ച ഡിവൈഎഫ്ഐ റഹീം MP ശശി തരൂരിനെ കണ്ടു. നല്ല നിലയിൽ അതിനെ അഭിനന്ദിച്ചു. ഈ പരിപാടിയെ അദ്ദേഹത്തെ ക്ഷണിക്കാൻ കാണിച്ച മനസ്സിനും അദ്ദേഹം നന്ദി പറഞ്ഞു. വികസനത്തിന്റെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ എടുക്കുന്ന ഇനിഷ്യേറ്റീവ് അതിൽ രാഷ്ട്രീയമില്ലെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. വികസനത്തിന്റെ കാര്യത്തിൽ നേരത്തെയും എനിക്ക് രാഷ്ട്രീയമില്ല, ഇപ്പോഴും എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് അങ്ങനെ തന്നെ പറഞ്ഞു. അദ്ദേഹം നിങ്ങൾ എന്നെ ക്ഷണിക്കാനും പരിഗണിക്കാനും കാണിച്ച മനസ്സിന് നന്ദി പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ ഈ സംരംഭം വളരെ പോസിറ്റീവായ സംരംഭമാണ്. സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ സ്റ്റാർട്ടപ്പ് മാത്രമാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരിക്കലുമില്ല. ഞങ്ങൾ അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്കും പോകരുത്. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാനുള്ള മനസ്സ് എല്ലായ്പ്പോഴും ഡിവൈഎഫ്ഐ കാണിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നാം അനൂപ് ദാസ് കൂടി ചേരുന്നുണ്ട്. അനൂപ്, അങ്ങനെ തരൂർ ഉയർത്തിവിട്ട വിവാദത്തിന്റെ അലയൊലികൾ അടങ്ങിയിട്ടില്ല. കോൺഗ്രസിൽ തരൂരിനെ അടക്കം ഹൈക്കമാൻഡ് വിളിപ്പിച്ച സാഹചര്യമൊക്കെയുണ്ട്. അപ്പോൾ മറുവശത്ത് ഡിവൈഎഫ്ഐ ഈ ഒരു അന്തരീക്ഷം മാക്സിമം യൂസ് ചെയ്യുന്നു. CPM അടക്കമുള്ള സംഘടനകൾ. ഇപ്പോൾ റഹീം നേരിട്ട് ക്ഷണിക്കുകയായിരുന്നു. തരൂർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ? പരിപാടിയിൽ പങ്കെടുക്കില്ല. കാരണം തരൂര് ഡിവൈഎഫ്ഐ നേതാക്കളോട് പറഞ്ഞ കാരണം മാർച്ച് 1-2 തീയതികളിൽ തരൂരിന് നേരത്തെ നിശ്ചയിച്ച പരിപാടി സൂറത്തിലുണ്ട്. ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് കൊണ്ട് ഡിവൈഎഫ്ഐയുടെ പരിപാടിയിലേക്ക് വരുന്നില്ല. തനിക്ക് ഇത്തരം വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയമില്ല, എങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് ശശി തരൂർ ഡിവൈഎഫ്ഐ നേതാക്കളെ അറിയിക്കുകയായിരുന്നു. ഇവിടെ സരസ്വതി MP-മാർക്കുള്ള ഫ്ളാറ്റിൽ ഇവിടെയാണ് ഇപ്പോൾ ശശി തരൂർ താമസിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് പോയി. അല്പസമയം മുൻപാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ ഇവിടെ വന്ന് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചത്. റഹീമിന് പുറമെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജും കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജറും ഉണ്ടായിരുന്നു. എന്തായാലും ഡിവൈഎഫ്ഐ നേതാക്കളെ സ്വീകരിച്ച് അവരുടെ ക്ഷണവും സ്വീകരിച്ച തരൂർ ഇപ്പോൾ എനിക്ക് വരാൻ കഴിയില്ല, അതിന് കാരണമുണ്ട് എന്ന് അറിയിക്കുകയായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു തെറ്റായൊരു സന്ദേശം നൽകേണ്ടതില്ല എന്നതുകൊണ്ടാണോ അങ്ങനെ ഒരു മറുപടി വന്നത്? കാരണം അറിയാമല്ലോ, ഇത് ദേശീയ നേതാക്കളടക്കം പരാതി പ്രവാഹം കേരളത്തിൽ നിന്ന് പോവുകയും ഇടപെടുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ മറ്റൊരു വിവാദം കൂടി സൃഷ്ടിക്കേണ്ടതില്ല എന്നുകൂടി തരൂർ ചിന്തിച്ചിരിക്കാമല്ലേ? അങ്ങനെ ചിന്തിച്ചിരിക്കാം. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ഇന്നലെ തരൂരിനോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇനി കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകരുത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്ത് ഇനി 1 വർഷം മാത്രമേ കേരളത്തിൽ തിരഞ്ഞെടുപ്പിനുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞു, ഇനിയും കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകരുത് എന്ന് തരൂരിനോട് പറയുന്ന ഒരു നില ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡിവൈഎഫ്ഐയുടെ പരിപാടിയിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിലും തരൂർ പോവുകയാണ് എങ്കിൽ അത് കൂടുതൽ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തും. അതുകൊണ്ടായിരിക്കാം തരൂർ പോകാതിരുന്നത്. പക്ഷേ സൂറത്തിൽ തരൂരിന് 1-2 തീയതികളിൽ പരിപാടി ഉണ്ട്, നേരത്തെ നിശ്ചയിച്ച പരിപാടിയാണ്.